ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ പുകഴ്ത്തി നിതിൻ ഗഡ്കരി 1.30 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച കേന്ദ്ര ഗതാഗത മന്ത്രി കേരളത്തിനായി പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. മൊത്തം 1,30,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുക. റോഡ് വികസനത്തിനുള്ള 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്, ഗഞ്ചിക്കോട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 10,840 കോടിയുടെ പദ്ധതികൾ 3 മാസത്തിനകം തുടങ്ങും. അങ്കമാലി കുണ്ടന്നൂർ വരെയുള്ള ബൈപ്പാസ് 6 വരിയാക്കാൻ 6,500 കോടി രൂപ അനുവദിച്ചു. 45 കിലോമീറ്റർ നീളുന്ന ഈ ദേശീയപാതയുടെ വികസന പ്രവർത്തനം 6 മാസത്തിനകം തുടങ്ങും. ഇതോടെ ഈ റൂട്ടിലെ 1.5 മണിക്കൂർ യാത്രാസമയം അരമണിക്കൂറായി ചുരുങ്ങും. 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം ഔട്ടർ റോഡ് പദ്ധതിക്ക് 5,000 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പദ്ധതിയാണിത്. 4 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു. കൊല്ലം ജില്ലയിലും മലബാർ മേഖലയിലും വിവിധ റോഡ് വികസന പദ്ധതികൾക്കും തുക അനുവദിച്ചു. ടൂറിസവും ആയുർവേദവും കേരളത്തിന്റെ നെടുംതൂണുകളാണെന്നും ഇതിനായി കേരളത്തിലെത്തുന്നവരെ ആകർഷിക്കാൻ മികച്ച അടിസ്ഥാന സൗകര്യം അനിവാര്യമാണെന്നും ഗഡ്കരി പറഞ്ഞു. അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച കുഞ്ഞുവാവയെ സർക്കാർ ഏറ്റെടുക്കും. അടിയന്തര ഇടപെടലിന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം അച്ഛനമ്മമാര് ആശുപത്രി ഐസിയുവിൽ ഉപേക്ഷിച്ചുപോയ 23 ദിവസം പ്രായമായ കുഞ്ഞിനു വനിതാ ശിശു വികസന വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതു സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ഓഫീസറെ ആശുപത്രി സന്ദർശിച്ച് തുടർനടപടികൾ സ്വീകരിക്കും. മാതാപിതാക്കള് തിരിച്ചുവരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറും. കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഇനി വേണ്ട എന്നാണെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ കുഞ്ഞിന് ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വറിന്റെയും രഞ്ജിതയുടെയും കുട്ടിയാണ് ഐസിയുവിൽ ഉള്ളത്. പ്രസവത്തിനായി ഇവർ നാട്ടിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചു രഞ്ജയ്ക്ക് അസ്വസ്ഥതകളുണ്ടാകുകയും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ജനുവരി 29 ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മം നൽകി. 28 ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലെ എൻസിയുവിലേക്ക് മാറ്റി. അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു. അച്ഛൻ രണ്ടിടത്തും മാറി മാറി നിന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ 31 ആശുപത്രിയിൽ നിന്നു ഡിസ്ചാർജ് ചെയ്തു. അന്നുവരെ മകളെ കാണാൻ ആശുപത്രിയിലെത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല. ആരോടും പറയാതെ മംഗളേശ്വറും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി. ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ജാർഖണ്ഡിലെത്തിയെന്ന SMS സന്ദേശം മാത്രമായിരുന്നു മറുപടി. പിന്നീട് ഫോണിൽ കിട്ടാതെയുമായി. ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും തുടർന്നു ശിശുക്ഷേമ സമിതിയെയും വിവരമറിയിച്ചത്. ഡൽഹിയില് പുതിയ കേരള ഭവന് നിർമ്മിക്കാന് സർക്കാർ. നിർമ്മാണം കപൂർത്തല പ്ലോട്ടിൽ. തിരുവനന്തപുരം ഡൽഹിയിലെ കേരള ഹൗസിനു പുറമെ പുതിയ കേരള ഭവന് നിർമ്മിക്കാന് സർക്കാർ തീരുമാനം. സർക്കാർ ഉടമസ്ഥതയിലുള്ള കപൂർത്തല പ്ലോട്ടിലാണ് പുതുതായി കേരള ഭവന് നിർമ്മിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുക. ചീഫ് എഞ്ചിനീയർ എൽ ബീനയുടെ നേതൃത്വത്തിൽ 3 ഉദ്യോഗസ്ഥര് ഈ മാസം ആദ്യം ഡൽഹി കപൂർത്തല പ്ലോട്ടിലെ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡൽഹിയിലെ ജന്തർ മന്ദിർ റോഡിലെ കേരള ഹൗസ്, കസ്തൂർബ ഗാന്ധി മാർഗിലെ ട്രാവൻകൂർ ഹൗസ്, കോപ്പർനിക്കസ് മാർഗിലെ കപൂർത്തല പ്ലോട്ട് എന്നീ 3 കെട്ടിടങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളത്. കപൂർത്തല പ്ലോട്ട് നവീകരിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നതാണ്. 54 പഴയ മിലിറ്ററി ബാരക്കുകൾ അടങ്ങിയ 16,000 ചതുരശ്ര മീറ്റർ സ്ഥലമാണ് കപൂർത്തല പ്ലോട്ടിലുള്ളത്. നിലവിലെ സർക്കാർ ജീവനക്കാരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയാണ് ഇവിടം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് ജീവനക്കാരെ മാറ്റിയ ശേഷം പുതിയ കേരള ഭവന് നിർമ്മിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരെ മാറ്റുന്നതിനായി കണ്ടുവച്ചിരിക്കുന്ന 2 കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചത്. ട്രാവൻകൂർ ഹൗസിൽ 33,000 ചതുരശ്ര മീറ്ററും കേരള ഹൗസിൽ 10,000 ചതുരശ്ര മീറ്റർ സ്ഥലവുമാണുള്ളത്. കേരള ഹൗസ് ഹൈദരാബാദിലും സ്ഥാപിക്കുമെന്നും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിക്കുന്നുവെന്നും ധനമന്ത്രി KN ബാലഗോപാല് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ജാർഖണ്ഡ് PSSC പരീക്ഷയിൽ 1ാം റാങ്കുകാരി. പരീക്ഷാ ക്രമക്കേടിൽ രാജി. അമ്മയുടെ മരണം തകർത്തോ ആ സഹോദരങ്ങളെ? കൊച്ചി 2006-ൽ അന്നത്തെ മുഖ്യമന്ത്രി അർജുൻ മുണ്ടിയിൽ നിന്ന് ജാർഖണ്ഡ് PSSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന ശാലിനി വിജയുടെ ചിത്രം ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുശേഷം 19 വർഷങ്ങൾ കഴിയുമ്പോൾ കിലോമീറ്ററുകൾ അകലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ തണുത്തുറഞ്ഞ മോർച്ചറിയിലാണ് ശാലിനി ഇപ്പോൾ. സമീപത്ത് ഇളയ സഹോദരൻ മനീഷ വിജയും അമ്മ ശകുന്തള അഗർവാളും. മൂവരെയും ഇന്നലെ രാത്രിയാണ് ഇവർ താമസിച്ചിരുന്ന കസ്റ്റംസിന്റെ കാക്കനാട്ടുള്ള ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ ഏറെ ആശ്രയിച്ചിരുന്ന ഇരുവരും മാതാവ് മരിച്ചതറിഞ്ഞതോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കരുതുന്നത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ മരണകാരണം അറിയാൻ സാധിക്കൂ. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ യുസി വിജയ്ക്കും ശകുന്തള അഗർവാളിനും 4 മക്കളാണ്. പിതാവ് മക്കളുടെ വളരെ ചെറിയ പ്രായത്തിലേ മരിച്ചു. ബൊക്കോറോയിൽ അധ്യാപികയായിരുന്ന അമ്മയാണ് 4 മക്കളെയും വളർത്തിയത്. ഒരു മകൾ വിവാഹിതയായി ഇപ്പോൾ വിദേശത്താണ്. ഒരു സഹോദരൻ 5 വർഷം മുൻപ് മരിക്കുകയും ചെയ്തു. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് ജോയിന്റ് കമ്മീഷണറായിരിക്കെയാണ് കഴിഞ്ഞ ഏപ്രിലിൽ മനീഷിനു കൊച്ചിയിലേക്ക് സ്ഥലംമാറ്റം കിട്ടുന്നത്. സെൻട്രൽ GST ആൻഡ് കസ്റ്റംസിന്റെ കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണറായാണ് സ്ഥലം മാറ്റം കിട്ടിയത്. കൊച്ചിയിലെത്തിയ മനീഷ് കസ്റ്റംസ് ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസം. ഈ സമയത്ത് അമ്മയും സഹോദരിയും കോഴിക്കോട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലും കഴിഞ്ഞു. പിന്നീട് കാക്കനാട് ക്വാർട്ടേഴ്സ് കിട്ടിയതോടെയാണ് ഓഗസ്റ്റ് 30-ന് സഹോദരിയും അമ്മയും കൊച്ചിയിലേക്ക് മാറിയത്. 2006-ൽ നടന്ന JPSC പരീക്ഷയിൽ ആദ്യ റാങ്കുകാരിയായിരുന്നു ഇപ്പോൾ 45 വയസ്സുണ്ടെന്ന് കരുതുന്ന ശാലിനി. KAS പോലെ സംസ്ഥാന സർക്കാരിൽ ഉയർന്ന തസ്തികകളിലേക്ക് നിയമനം നടത്താനുള്ള ആദ്യ പരീക്ഷയായിരുന്നു ഇത്. അന്ന് മുഖ്യമന്ത്രി അർജുൻ മുണ്ട ശാലിനി ഉൾപ്പെടെ 64 പേർക്ക് നിയമന ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ പരീക്ഷ എഴുതിയ മറ്റു ഉദ്യോഗാർത്ഥികൾ ക്രമക്കേട് ആരോപിച്ച് പരാതികളുമായെത്തി. രാഷ്ട്രീയ നേതാക്കളും ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നിയമനം നൽകാൻ പരീക്ഷയിലും ഇന്റർവ്യൂവിലും കൃത്രിമം കാട്ടിയെന്നായിരുന്നു പരാതി. ആദ്യം ജാർഖണ്ഡ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. 12 വർഷത്തിനു ശേഷം കഴിഞ്ഞ നവംബറിൽ CBI അന്നത്തെ JPSC ചെയർമാൻ ഉൾപ്പെടെ ആദ്യ പരീക്ഷാ ക്രമക്കേടിൽ 37 പേർക്കെതിരെയും രണ്ടാമത്തെ പരീക്ഷാ ക്രമക്കേടിൽ 60 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ശാലിനി ഉൾപ്പെടെയുള്ളവർക്ക് തുടക്കത്തിൽ ജോലി രാജിവെക്കേണ്ടി വന്നിരുന്നു. അമ്മയുടെ ചുറ്റുമായിരുന്നു ഇരുവരുടെയും ലോകം. പ്രായത്തിന്റെ അവശതകൾ മൂലമുള്ള ഒട്ടേറെ രോഗങ്ങളും അമ്മയെ ബാധിച്ചിരുന്നു. കേസ് വന്നതിനു ശേഷം സഹോദരിയും അമ്മയും മനീഷിന് ഒപ്പമായിരുന്നു താമസം. കേസുമായി ബന്ധപ്പെട്ടാണ് ഒരാഴ്ചത്തെ അവധിയെടുത്ത് മനീഷ് ജാർഖണ്ഡിലേക്ക് പോയത്. 2 ദിവസത്തിനുള്ളിൽ തിരികെ വരികയും ചെയ്തിരുന്നു. അതിനുശേഷം ഓഫീസിൽ പോയിട്ടുമില്ല. അമ്മയെ ഡോക്ടറെ കാണിക്കാനായി ബുധനാഴ്ച വൈകിട്ടത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഏറെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു മനീഷ് എന്നതിനാൽ അവധി കഴിഞ്ഞിട്ടും ഓഫീസിലെത്താതിരുന്നതിനെ തുടർന്ന് ഡ്രൈവർ വിളിച്ചു നോക്കിയിരുന്നു. എന്നാൽ കിട്ടാതെ വന്നതോടെ ക്വാർട്ടേഴ്സിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നത് അറിഞ്ഞതും പോലീസിനെ ബന്ധപ്പെടുന്നതും. പൊതുചരിത്രം: കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ സമനില വഴങ്ങി ഗുജറാത്ത്. അഹമ്മദാബാദ്: ചരിത്രം തിരുത്തിക്കുറിച്ച് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനലിൽ കടന്നു. ഗുജറാത്തിനെതിരായ സെമി ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ കേരളം ഫൈനലിൽ കടന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 4 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസെടുത്തു. തുടർന്ന് മത്സരം അവസാനിപ്പിക്കാൻ ഇരു ടീമുകളും തീരുമാനിക്കുകയായിരുന്നു. രോഹൻ എസ് കുന്നുമ്മൽ 69 പന്തിൽ 32, സച്ചിൻ ബേബി 19 പന്തിൽ 10, അക്ഷയ് ചന്ദ്രൻ 9, വരുൺ നായനാർ 1 എന്നിവരാണ് അവസാന ദിവസം പുറത്തായത്. 90 പന്തിൽ 37 റൺസെടുത്ത് ജലജ് സക്സേനയും 57 പന്തിൽ 14 റൺസുമായി അഹമ്മദ് ഇമ്രാനും രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താകാതെ നിന്നു. കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 2 റൺസ് ലീഡ് നേടിയ സാഹചര്യത്തിൽ ഫൈനലിലെത്താൻ ഗുജറാത്തിന് കളി ജയിക്കണമായിരുന്നു. അതിന് സാധിക്കില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കളി നേരത്തെ അവസാനിപ്പിച്ചത്. രഞ്ജി ട്രോഫിയിൽ കേരളം ആദ്യമായാണ് ഫൈനലിൽ കടക്കുന്നത്. ഫെബ്രുവരി 26-ന് നടക്കുന്ന ഫൈനലിൽ വിദർഭയാണ് കേരളത്തിന്റെ എതിരാളികൾ. കേരളത്തിൽ താമര വിരിഞ്ഞിട്ടില്ലെന്ന് പീയൂഷ് ഗോയൽ. പ്രതിപക്ഷത്ത് ഞങ്ങളായതുകൊണ്ടാണ് ഹർത്താലില്ലാത്തതെന്ന് സതീശൻ. കൊച്ചി: കേരളത്തിന്റെ വികസനത്തിനു കേന്ദ്രം എല്ലാ പിന്തുണയും നൽകുമെന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ നിക്ഷേപകരെത്തുകയും വികസനം ദ്രുതഗതിയിലാവുകയും തൊഴിലവസരങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരത് സങ്കല്പത്തിനു കരുത്തേകാൻ കേരളത്തിന്റെ ഈ മാറ്റത്തിനു കഴിയുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ടൂറിസം മുതൽ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വരെ കേരളത്തിൽ മാറ്റം പ്രകടമാണ്. റോഡ് നിർമ്മാണത്തിൽ വലിയ പുരോഗതിയുണ്ട്. സെമി ഹൈസ്പീഡ് റെയിൽ പോലുള്ള പദ്ധതികൾ കേരളത്തിന്റെ വികസനത്തിന് ഗതിവേഗം പകരും. അതിവേഗ റെയിൽ പദ്ധതി കാസർകോട് തിരുവനന്തപുരം യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും. 51 5-സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്നത് കേരളത്തിൽ ടൂറിസത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. കേരളത്തിന്റെ വികസനത്തിൽ സിയാൽ കൊച്ചി വിമാനത്താവളം മികച്ച മാതൃകയാണ്. മന്ത്രി P രാജീവ് മികച്ച പാർലമെന്റ് അംഗമായിരുന്നുവെന്ന് പറഞ്ഞ ഗോയൽ കേരളത്തിൽ താമര വിരിഞ്ഞിട്ടില്ലെന്നും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ തമാശയായി പറഞ്ഞു. കേരളത്തിൽ ഇടതു സർക്കാർ സ്വപ്നപദ്ധതിയായി കരുതുന്ന സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിഗണിക്കുന്നുണ്ടെന്നും ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പീയൂഷ് ഗോയൽ പറഞ്ഞു. പദ്ധതി സംബന്ധിച്ചും ജനങ്ങൾക്കുള്ള ആശങ്ക സംബന്ധിച്ചും ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് മന്ത്രാലയം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ലഭിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻവെസ്റ്റ് കേരളയ്ക്ക് എല്ലാ പിന്തുണയും UDF നൽകുമെന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഹർത്താലുകളില്ല. അത് പ്രതിപക്ഷത്ത് ഞങ്ങളായതുകൊണ്ടാണ്. LDF ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ ചിത്രം മറിച്ചാകുമായിരുന്നു. UDF കേരളത്തിന്റെ വികസനത്തിനും ഇൻവെസ്റ്റ് കേരളയ്ക്കും എല്ലാ പിന്തുണയും നൽകുമെന്നും സതീശൻ പറഞ്ഞു. നെല്ലിപ്പൊയിൽ വില്ലേജിൽ ഡിജിറ്റൽ റിസർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു. കോടഞ്ചേരി: നെല്ലിപ്പൊയിൽ വില്ലേജിന്റെ ഡിജിറ്റൽ റിസർവേക്ക് തുടക്കം കുറിച്ച് ക്യാമ്പ് തുറന്നു.
കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വാർഡ് മെമ്പർ ഷാജി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് റിസർവേ സൂപ്രണ്ട് ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാരായ ചാൾസ് തയ്യിൽ, റോസമ്മ കയ്യത്തുങ്കൽ, സിസിലി ജേക്കബ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് റേഞ്ച് ഓഫീസർ സിനിൽ, വില്ലേജ് ഓഫീസർ മിനി എന്നിവർ ആശംസകപ്പിച്ച് സംസാരിച്ചു. ജില്ലാ IEC നോഡൽ ഓഫീസർ മുഹമ്മദലി KM പദ്ധതി വിശദീകരിക്കുകയും ചാർജ് ഓഫീസർ സുനിൽ T നന്ദിയും പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തി ഉദ്ഘാടനം ചാൾസ് തയ്യിൽ നിർവഹിച്ചു. 6 മാസം കൊണ്ട് നെല്ലിപ്പൊയിൽ വില്ലേജിന്റെ സർവേ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ ഭൂമികൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും ഓരോ കൈവശക്കാരനും തങ്ങളുടെ ഭൂമിയുടെ വ്യക്തവും കുറ്റമറ്റതുമായ സ്കെച്ചും റിക്കാർഡുകളും ഓൺലൈനായി ലഭ്യമാക്കുക എന്നതും പദ്ധതി ലക്ഷ്യമിടുന്നു. വേളങ്കോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പ്രൈമ വിഭാഗം കുട്ടികളുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് അവസാനിച്ചു. വേളങ്കോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പ്രൈമറി വിഭാഗം കുട്ടികളുടെ സഹവാസ ക്യാമ്പ് അവസാനിച്ചു. ചൊവ്വാഴ്ച സ്കൂൾ പ്രധാന അധ്യാപിക പതാക ഉയർത്തിയതോടെ ക്യാമ്പ് ആരംഭിച്ചു. കേരളത്തിലെ മികച്ച പരിശീലകരുടെ വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടാണ് ക്യാമ്പംഗങ്ങൾ മടങ്ങിയത്. കടം വീട്ടാൻ തട്ടിക്കൊണ്ടുപോകലെ നാടകവുമായി വിദ്യാർത്ഥിയും സുഹൃത്തുക്കളും സ്വന്തം വീട്ടിൽ വിളിച്ച് ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപ. കോഴിക്കോട് കടം വീട്ടാൻ തട്ടിക്കൊണ്ടുപോകലെ നാടകവുമായി വിദ്യാർത്ഥി. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. 10ാം ക്ലാസ്സുകാരനാണ് തട്ടിക്കൊണ്ടുപോകലെ നാടകത്തിലൂടെ വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങിക്കാൻ ലക്ഷ്യമിട്ടത്. സ്കൂൾ വിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി വീട്ടിലെത്തിയില്ല. തുടർന്ന് ഭയന്നുപോയ മാതാപിതാക്കള് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് വീട്ടിലെത്തുകയും ചെയ്തു. ഈ സമയം കുട്ടിയുടെ മാതാപിതാക്കളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, വിട്ടുകിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപ നൽകണം എന്നായിരുന്നു വിളിച്ചവർ പറഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു നാടകമായിരുന്നെന്ന് മനസ്സിലായത്. വിദ്യാർത്ഥി സഹപാഠികളിൽ നിന്ന് ബൈക്ക് കടം വാങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്ക് 1 ലക്ഷം രൂപ നൽകാനുണ്ട്. ഈ കുട്ടികൾ തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലെ നാടകത്തിലൂടെ പണം കിട്ടുമെന്ന് പറഞ്ഞത്. വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് വീട്ടുകാരെ വിളിച്ച് പണം ആവശ്യപ്പെട്ടത്. ഇവരെ പോലീസ് പിടികൂടി. തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു. തന്റെ കയ്യില് പണമില്ലാത്തതിനാല് താൻ തന്നെയാണ് നാടകം കളിച്ചതെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചിട്ടുണ്ട്. ഇവർക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കബളിപ്പിക്കാൻ ശ്രമിച്ചതിന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ പരാതിയൊന്നും നൽകിയിട്ടില്ല. കൂടരഞ്ഞി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സ്ഥിരം അപകട കേന്ദ്രമാകുന്നു. കൂടരഞ്ഞി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ 4 ഭാഗത്തേക്കുള്ള റോഡിലും ഡിവൈഡറുകൾ സ്ഥാപിക്കണം. അശ്രദ്ധയും സ്ഥലത്തിന്റെ റോഡിന്റെ പരിചയക്കുറവും വേഗതയും നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർ പോലും സുരക്ഷിതരല്ല. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് ആവശ്യമായ ദിശ ബോർഡുകൾ ഇല്ലാത്തതിനാൽ ഡ്രൈവർമാരിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. മലയോര ഹൈവേ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പായി ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ ഉൾപ്പെടെയുള്ളത് പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ മുമ്പ് പറഞ്ഞിരുന്നു. ഇനിയെങ്കിലും അതുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവണം. ഈ ജംഗ്ഷനിൽ നിന്നും അപകടത്തിൽപ്പെട്ടവർ പലരും ഇന്നും ചികിത്സയിലാണ്. ഇപ്പോൾ ഇവിടെ നടന്ന അപകടത്തിന്റെ ഒരു ദൃശ്യം കൊടുക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട സാഹചര്യം കാണുക. നൂറുകണക്കിന് വിദ്യാർത്ഥികളും മറ്റുള്ളവരും നിരന്തരമായി ഉപയോഗിക്കുന്ന റോഡാണിത്, ജംഗ്ഷനാണിത്. ഓരോ അപകടങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്നും ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞുമാറാനാവില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ഇത് ചൂണ്ടിക്കാണിച്ചെങ്കിലും കൂമ്പാറ റോഡിൽ മാത്രം പേരിനൊരു ഡിവൈഡർ ബോർഡ് നൽകിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ആവശ്യമായ സുരക്ഷിത നടപടികൾ ഒന്നും തന്നെയില്ല. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് മൗണ്ട് ഹീറോസ് ജനകീയ കൂട്ടായ്മ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.